നമസ്കാരം. നിങ്ങളൊരു +2 വിദ്യാർത്ഥിയാണോ? അല്ലെങ്കിൽ +2 വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണോ? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. +2വിന് ശേഷം എന്ത് ചെയ്യും, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ആശങ്കയും അതുപോലെ തന്നെ വ്യത്യസ്ത കോഴ്സുകളെക്കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചുമൊക്കെ ആളുകൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ. +2വിന് ശേഷം നമുക്ക് പോകാൻ സാധിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. +2വിന് ശേഷം വ്യത്യസ്ത സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് ഇത്തരം കേന്ദ്ര സർവകലാശാലകൾ, അതുപോലെ തന്നെ അവ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എന്താണ്, എത്തരത്തിലാണ് നമുക്ക് അത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുക. This is Nabil Muhammad Ayar and you're on Incubations Career. +2വിന് ശേഷം വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നു എന്ന വിവരം നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഏതൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നതാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി, മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. ഇത് കൂടാതെ വിവിധ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റികളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. എങ്ങനെയാണ് ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് ബിരുദ തലത്തിലേക്ക്, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്ക്, BA കോഴ്സുകളിലേക്ക്, BSc കോഴ്സുകളിലേക്ക്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കുക? സാധാരണ ഇത്തരം യൂണിവേഴ്സിറ്റികളുടെ പ്രവേശനത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ അറിയാറില്ല. എന്തുകൊണ്ടാണ് അറിയാത്തത് എന്ന് ചോദിച്ചാൽ, സാധാരണ +2 പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തരം യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് അന്വേഷിക്കുകയും അവയുടെ പ്രവേശനത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്താൽ സാധാരണഗതിയിൽ ഈ യൂണിവേഴ്സിറ്റികളെല്ലാം വളരെ നേരത്തെ അഡ്മിഷൻ വിളിക്കുകയും അവരുടെ എൻട്രൻസ് പരീക്ഷകൾ നേരത്തെ നടത്തുകയും അവരുടെ പ്രവേശനം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം യൂണിവേഴ്സിറ്റിയുടെ പ്രവേശനം, അവയുടെ എൻട്രൻസ് രീതികൾ, അതിൻ്റെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ, ഇത്തരം വിഷയങ്ങൾ വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ അറിയാറില്ല. സാധാരണഗതിയിൽ മാർച്ച് മാസങ്ങളിൽ അതുപോലെ തന്നെ ഏപ്രിൽ മാസങ്ങളിലൊക്കെയായി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരികയും മെയ് ജൂൺ മാസങ്ങളിൽ അവരുടെ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുകയുമാണ് ചെയ്യാറുള്ളത്. പലപ്പോഴും ഇത്തരം അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വിവരം വിദ്യാർത്ഥികൾ അറിയുന്നില്ല എന്നതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും പ്രവേശനം നടത്താൻ സാധിക്കാതെ വരുന്നത്. എന്താണ് ഇത്തരം യൂണിവേഴ്സിറ്റികൾ പ്രവേശനം നേടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്നതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മികച്ച ക്യാമ്പസ്, മികച്ച അക്കാദമിക് ഫെസിലിറ്റി, മികച്ച അധ്യാപകർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്ത തരത്തിലുള്ള പാഠ്യ സംവിധാനങ്ങളും അതുപോലെ തന്നെ പാഠ്യേതര സംവിധാനങ്ങളും, വിദ്യാർത്ഥികളും ഇന്ത്യയിലൊട്ടാകെയുള്ള വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാനും അവരോടൊപ്പം ചെലവഴിക്കാനും കിട്ടുന്ന സുന്ദരമായിട്ടുള്ള അവസരം, ഇത്തരം വലിയ സ്വഭാവത്തിലുള്ള എക്സ്പോഷർ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും എന്നതാണ് ഈ ഡിഗ്രി കോഴ്സുകൾക്കും അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കും ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠനം പൂർത്തിയാക്കിയാലുള്ള ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത്തരം കേന്ദ്ര സർവകലാശാലകളിൽ വിവിധ കോഴ്സുകൾക്ക് വേണ്ടി അപേക്ഷിക്കുവാനുള്ള സമയവും സന്ദർഭവുമാണ് ഇപ്പോൾ എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വ്യത്യസ്ത ഫോറിൻ ലാംഗ്വേജസ് കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കും അതുപോലെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയുടെ UG കോഴ്സുകൾക്കൊക്കെ അപേക്ഷ വിളിച്ചിരിക്കുന്ന സമയമാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ളതും ഏതൊക്കെ സ്വഭാവത്തിലാണ് നമ്മൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വിശദാംശങ്ങൾ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത്തരം വിശദാംശങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കും തീർച്ചയായും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യാവുന്നതാണ്. മികച്ച അക്കാദമിക അന്തരീക്ഷവും അതുപോലെ തന്നെ പഠന നിലവാരവും ഉറപ്പുവരുത്തുന്ന ഇത്തരം കേന്ദ്ര സർവകലാശാലകളിൽ
പഠിക്കുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാദമിക രംഗത്ത് തന്നെ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കരിയർ സംബന്ധമായ കൂടുതൽ വിവരങ്ങളും യൂണിവേഴ്സിറ്റികളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.